കുറച്ചധികം നാളുകളായി തന്നെ പ്രേക്ഷകർ മറക്കാതെ ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു താരം തന്നെയാണ് കലാഭവൻ നവാസ്. ഇപ്പോൾ അദ്ദേഹത്തിനെ മറക്കാൻ സാധിക്കാത്തതിന് ഒരു കാരണം കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തെക്കുറിച്ച് എപ്പോഴും പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നു. അതിലൂടെ കൂടുതൽ പ്രേക്ഷകരും ആ വാർത്ത ഇപ്പോഴും ഓർത്തിരിക്കുകയും നവാസിനെക്കുറിച്ച് എന്നും ഓർക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഓർക്കുമ്പോഴും അങ്ങനെ അവർ പോസ്റ്റ് ഇടുമ്പോഴും നവാസ് മരിച്ചിട്ടില്ല എന്ന വിശ്വാസത്തിൽ ജീവിക്കുകയാണ് പ്രേക്ഷകർ. എന്നാൽ അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഇപ്പോഴുള്ള അവസ്ഥ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നവാസിൻ്റെ ഭാര്യയായ റഹ്നയുടെ പിതാവ് ഇപ്പോൾ ഒരു വേദിയിൽ വെച്ച് നവാസിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് പ്രേക്ഷകരുടെ എല്ലാവരുടെയും കണ്ണു നനയിപ്പിക്കുന്നത് എന്ന് പറയാം. എനിക്ക് 2 പെൺമക്കളാണുള്ളത്. അതിൽ ഇളയ ആളാണ് റഹ്നയുടെ ഭർത്താവാണ് നവാസ്. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഇളയ മകൻ എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ എനിക്ക് നവാസിനെ വിളിക്കാൻ സാധിക്കും. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ചാണ് പ്രതികരിക്കുന്നത്. അത് വളരെയധികം സത്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. റഹ്നയുടെ കുടുംബവുമായി വളരെയധികം അടുപ്പമായിരുന്നു നവാസിനുണ്ടായിരുന്നത്. അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. നവാസിൻ്റെ സ്നേഹം എപ്പോഴും ആ കുടുംബത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു, ആ കുടുംബത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. റഹ്നയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ നവാസ് ഒരിക്കലും മാറി നിന്നിട്ടില്ല. സ്വന്തം ഉപ്പയെപ്പോലെ മാത്രമേ റഹ്നയുടെ പിതാവിനെ ഇതുവരെ അദ്ദേഹം കണ്ടിട്ടുള്ളൂ. പുതിയ നാടകം എഴുതിക്കൊണ്ടിരിക്കുകയാണുപ്പ എന്നും നമുക്ക് ഉടനെ ഈ നാടകം മാറ്റണമെന്നുമൊക്കെ അവൻ പറഞ്ഞിരുന്നു. എന്നാൽ ഒന്നും പറയാതെ വേഗം പോയല്ലേ. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മകൻ നഷ്ടപ്പെട്ട നീറ്റിലാണ് എനിക്കിപ്പോഴുള്ളത്. എനിക്ക് 2 പെൺമക്കളാണുള്ളത്. അതിലേറ്റവും ഇളയവളാണ്. അതുകൊണ്ട് ഇളയ മകനായി തന്നെയാണ് എന്നോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും അവൻ നിന്നിരുന്നത്. എന്നാൽ പെട്ടെന്നൊരു ദിവസം അവൻ പോയപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. എൻ്റെ മകൾ അതെങ്ങനെ സഹിക്കുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിരുന്നിട്ടുണ്ട്. എനിക്കറിയില്ല അവൾക്ക് എങ്ങനെയാണ് തമ്പുരാൻ ആ ശക്തി കൊടുക്കുന്നതെന്ന്. പക്ഷെ ഓരോ ദിവസവും അവൾ മക്കളെ കരുതിയിട്ടായിരിക്കാം ഇങ്ങനെ ജീവിക്കുന്നത്. എല്ലാ കാര്യങ്ങളും എന്നോട് വന്ന് സംസാരിക്കുന്ന ഒരു മകൻ തന്നെയായിരുന്നു നവാസ്. എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയും. അത്രയേറെ സ്നേഹം എന്നോട് എപ്പോഴും കാണിച്ചിരുന്നു. എന്തിനായിരുന്നു എന്നോട് ഇത്രയും സ്നേഹം കാണിച്ചിരുന്നത് പോലും എനിക്കറിയില്ല. എൻ്റെ മകളെ വിവാഹം കഴിച്ച് അവന് വേണമെങ്കിൽ മാറി നിൽക്കാമായിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും നിൽക്കാൻ യാതൊരു താല്പര്യവും കാണിക്കാത്തൊരു വ്യക്തി തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നവാസ് എന്ന ഇപ്പോൾ ആ ഭാര്യാപിതാവിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം ഉണ്ടായിരുന്നത് നവാസ് തന്നെയായിരുന്നു. പണ്ട് വളരെ ചെറുതായിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും അച്ഛനോടൊപ്പം ഓടി നടക്കുന്നൊരു മകളായിരുന്നു റഹ്ന. എന്നാൽ വിവാഹശേഷം റഹ്നയുടെ പോലെ തന്നെ റഹ്നയ്ക്ക് കുട്ടികളായപ്പോൾ ഓടി നടക്കാൻ നവാസ് വരുമായിരുന്നു. എനിക്ക് 2 പെൺമക്കളാണെങ്കിലും എൻ്റെ 2 മരുമക്കളും എൻ്റെ മകന്മാരെ പോലെ തന്നെയാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതെൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നാൽ ദൈവം വളരെ പെട്ടെന്ന് ആ ഭാഗ്യം എന്നിൽ നിന്ന് പറിച്ചു കൊണ്ടുപോയതുപോലെയാണ് എനിക്ക് തോന്നുന്നതെന്ന് റഹ്നയുടെ പിതാവിൻ്റെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.